നമസ്കാരം. ഞാൻ വി ബി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കേരളത്തിന് പുറത്തും ഒരുപാട് വീടുകളിൽ 365 ദിവസത്തിൽ 300 ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പോകുന്ന സ്ഥലങ്ങളിൽ കാണുന്ന കാഴ്ചകൾ, വന്നിരിക്കുന്ന കാര്യങ്ങൾ, അത് ആക്ച്വലി അതുകൂടി നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ സമാനമായ സംഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകാതിരിക്കുക എന്നുകൂടി ഈ വീഡിയോയ്ക്ക് ലക്ഷ്യമുണ്ട്. അത്തരം ഒരു വലുതായി ശ്രദ്ധിക്കേണ്ട ഒരു വിജ്ഞാനമാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെല്ലാ ഇടങ്ങളിലും നമുക്കറിയാം കുഴികളുണ്ട്. നമ്മുടെ വീട്ടിൽ കുഴികൾ വേണം, അത്യാവശ്യമാണ്. അതെന്തിനു വേണ്ടിയൊക്കെയാണ്? സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴിയുണ്ട്, അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് വരുന്ന മാലിന്യക്കുഴിയുണ്ട്, കുളിമുറികളിൽ നിന്ന് വരുന്ന മാലിന്യക്കുഴിയുണ്ട്, അതുപോലെ വാഷ് ബേസിനുകളിൽ നിന്ന് വരുന്ന കുഴികളുണ്ട്, നമ്മുടെ വാഷിംഗ് മെഷീനിൽ നിന്ന് വരുന്ന കുഴികളുണ്ട്. അപ്പം ഈ പറയുന്ന വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന കുഴികൾ, അവയിൽ വന്നിട്ടുള്ള തെറ്റിദ്ധാരണകളും ചെയ്തികളും കണ്ടിട്ട് വളരെ വിഷമം തോന്നിയിട്ടാണ് നിങ്ങളുമായി ഈ കാര്യം പങ്കുവയ്ക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് വീടുകളിൽ ഈ കുഴികളുടെ പ്രാധാന്യം ആരും കാണാറില്ല. വീടിൻ്റെ വാസ്തുവൊക്കെ നോക്കും, പക്ഷേ കുഴികളുടെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തേ നിങ്ങൾ വീട്ടിൽ താമസിക്കാവൂ. എങ്ങനെയാണ് നമുക്ക് നോക്കാം. കുഴികൾ നമുക്ക് വേണം, കുഴികൾ നമുക്ക് നിർബന്ധമായി വേണ്ടതാണ്. വീടിൻ്റെ മലിനജല കുഴികൾ നമ്മുടെ ശുചിമുറികളിൽ നിന്നും നമ്മുടെ വാഷ് ബേസിനുകളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വെള്ളങ്ങൾ കളഞ്ഞ് നമുക്കത് പ്രത്യേക ഒരു സ്ഥലത്ത് നമ്മൾ ഒഴുക്കി വിടുമ്പോൾ അത് ദോഷമില്ലാതെ ഭവിക്കേണ്ടതാണ്. ഇങ്ങനെ ഒഴുക്കി വിടുന്ന മാലിന്യങ്ങളൊക്കെ വസ്തുവിൻ്റെയും വീടിൻ്റെയും തനത് മൂലകളിൽ വന്നാൽ ഒരുപാട് പേർക്ക് ഇത് അറിയത്തില്ല. അഥവാ അങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാസ്തു നോക്കുന്ന ആൾ ഇത്തരം കാര്യങ്ങൾ കൂടി കുറച്ച് അഗാധമായി ശ്രദ്ധിച്ച് ആൾക്കാരെ സഹായിക്കേണ്ടതാണ്. കുഴികൾ അത് സ്ഥാനം മാറിയാൽ വരുന്ന പ്രത്യാഘാതങ്ങൾ വളരെയേറെയാണ്. ലക്ഷക്കണക്കിന് വീടുകളിലാണ് വീടിൻ്റെ മൂലകളോട് ചേർന്ന് കുഴികൾ വന്നിട്ടുള്ളത്. നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, യാതൊരു കാരണവശാലും വീടിൻ്റെയോ വസ്തുവിൻ്റെയും തനത് മൂല എന്ന് പറഞ്ഞാൽ ഒന്ന് വിശദീകരിക്കേണ്ടി വരുന്നു. തനത് മൂല എന്ന് വെച്ചാൽ രണ്ട് മൂലകൾ ചേരുന്ന മൂലകൾ. ആ രണ്ട് മൂലകൾ ചേരുന്ന മൂലകളെ ക്രോസ് ചെയ്ത് കുഴികൾ പോകുന്നതാണ് തനത് മൂലകൾ. അതായത് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മുടെ കൈ താമരപ്പൂ പോലെ ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ, താമരപ്പൂ പോലെ നമ്മുടെ കൈകൾ നമ്മൾ വെക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമ്പോൾ, ഈ വരുന്ന വഴി ഒരിക്കലും അത് വസ്തുവിൻ്റെ എൻഡ് വരെയും ഈ വശങ്ങളിൽ കുഴികൾ വന്നുകൂടാ. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇങ്ങനെ എൻ്റെ കൈകളെ വിരിച്ചു കാണിച്ചുവെങ്കിലും ഉപകരണങ്ങളുടെ സഹായത്തോടെ വേണം അതിന് കൃത്യത വരുത്തുവാൻ. ഇത്തരം മൂലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീടിൻ്റെ സമാനമായ സ്ഥലങ്ങളിൽ ഒരിക്കലും ഒരു കുഴികളും വരാൻ പാടില്ല. യാതൊരു മൂലകൾ നമുക്കുള്ളത് തെക്ക് പടിഞ്ഞാറ് മൂല, അതായത് കന്നിമൂല, നിര്യതി മൂല. പിന്നുള്ളത് വടക്ക് പടിഞ്ഞാറ് മൂല, വായുമൂല എന്ന് പറയും. പിന്നുള്ളത് ഈശാനമൂല, നോർത്ത് ഈസ്റ്റ്. ഈശാനമൂല ഏറ്റവും ഐശ്വര്യത്തിൻ്റെ മൂല. പിന്നുള്ളത് തെക്ക് കിഴക്ക് അഗ്നിമൂല, അഗ്നികോൺ. ഈ മൂലകളിൽ ഒരിക്കലും ഈ വിസ്തീർണത്തിൽ മൂലകൾ ചേർന്നൊരിക്കലും കുഴികൾ പോകരുത്. അങ്ങനെ പോയാൽ അതൊരുപാട് നാശത്തിന് കാരണമാകും. പലരും അറിയുന്നില്ല ഈ കുഴിയാണ് എൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞത്, അല്ലെ എൻ്റെ മക്കളെ തകർത്ത് കളഞ്ഞത് ഈ കുഴിയാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. അങ്ങനെ തിരിച്ചറിവുണ്ടാകണം നമുക്ക്. ഒന്നുമില്ല, ആ ഒരു കുഴിയങ്ങ് മാറ്റിയാൽ മാറിപ്പോകുന്ന ദോഷങ്ങളും ദുരന്തങ്ങളേ ഉള്ളൂ. നമുക്ക് നോക്കാം. നമുക്ക്
അഗ്നിയിൽ നിന്ന് ആരംഭിക്കാം, തെക്ക് കിഴക്ക് നിന്ന് ആരംഭിക്കാം. തെക്ക് കിഴക്ക് മൂലയോടെ ചേർന്ന് ഇതേ രീതിയിൽ തെക്ക് കിഴക്ക് മൂലയിൽ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, വീടിൻ്റെയും വസ്തുവിനും ഇത് ഒരുപോലെ ബാധകമാണ്. വീടിൻ്റെയും വസ്തുവിൻ്റെയും മൂലകളോട് ചേർന്ന് കുഴികൾ തെക്ക് കിഴക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വളരെ രോഗാവസ്ഥയും അപകടങ്ങളും അതുപോലെ തന്നെ നഷ്ടങ്ങളും കേസുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. പലതരം നഷ്ടങ്ങളുണ്ടാകാം, സ്ഥാനനഷ്ടങ്ങൾ വന്ന് ഭവിക്കാം, കേസുകൾ പെരുകിക്കൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീകൾക്ക് ഗർഭസംബന്ധമായ അസുഖങ്ങളുണ്ടാകാം, ഗർഭപാത്രത്തിനുള്ളിൽ രോഗങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ അവിടുത്തെ പുരുഷന്മാർ പലവിധ വഴക്കുകളാൽപ്പെട്ട് പല പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട് എത്ര വലിയ പൊസിഷനിലോ അല്ലെങ്കിൽ എത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ആളായാൽ പോലും അത് നഷ്ടപ്പെട്ട് അത് പിന്നെ വലിയ കഷ്ടനഷ്ടങ്ങളിലേക്ക് പോകാൻ കാരണമാകും. തെക്ക് കിഴക്കിൻ്റെ ഫലമാണ് പറഞ്ഞത്. ഒപ്പം ആ വീട്ടിലെ സന്തതി പരമ്പരയെ തന്നെ അത് ഇല്ലാതെയാക്കും. സന്തതി പരമ്പര ഉണ്ടാകുന്നതിനെ പോലും അത് ബാധിക്കും. അപ്പോൾ നഷ്ടങ്ങൾ തരും, മക്കളെ ബാധിക്കും, കേസുകൾ തരും, വഴക്കുകളുണ്ടാകും, വാഹനാപകടം ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടായാലും അത് വല്ലാത്ത ദുരന്തങ്ങളായിരിക്കും സമ്മാനിക്കുക. ഇത് പറയുമ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം കൂടി പറയുന്നു. മൂലകളുടെ കാര്യം പറയുമ്പോൾ തന്നെ കുഴികൾ വരേണ്ടത് എപ്പോഴും വടക്കും കിഴക്കിലുമാണ്, അല്ലാതെ ഒരിക്കലും തെക്കും പടിഞ്ഞാറും അല്ല. ആ സത്യം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇനി നമുക്ക് നോക്കാം, തെക്ക് പടിഞ്ഞാറിലേക്ക് പോവാം. തെക്ക് പടിഞ്ഞാറിലാണ് ഈ ഒരു കുഴികൾ, ഇതുപോലെ സെപ്റ്റിക് ടാങ്കോ മലിനജല കുഴിയോ കുളിമുറിലെ കുഴിയോ എന്തെങ്കിലും കുഴികൾ വരുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണെങ്കിൽ, വസ്തുവിൻ്റെയോ വീടിൻ്റെയോ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണെങ്കിൽ അത് ഇതേപോലെ കഷ്ടനഷ്ടങ്ങൾക്കും കലഹങ്ങൾക്കും അസ്ഥിരോഗങ്ങൾക്കും കാരണമാകും. അത് മാത്രവുമല്ല, ആ വീടിൻ്റെ ആളുകളുടെ മാനസികാവസ്ഥകളെ പോലും ബാധിക്കും. സ്ത്രീകൾ വേഗം രോഗികളായിത്തീരും. സ്ത്രീകളുടെ ജീവിതവും അവരുടെ ചിന്തകളും അവരുടെ ഭാവിയുമൊക്കെ ഇരുളടഞ്ഞു പോകുന്നതാവാം. വഴക്കുകളും അപകടങ്ങളും ദുരന്തങ്ങളും ആ വീടിനെ മൂടിക്കഴിയും. കന്നി കുഴിഞ്ഞാൽ നിര്യതി കുഴിഞ്ഞാൽ അതിൻ്റെ ഫലം അങ്ങനെയാണ്. അപ്പോൾ അവിടെയും കുഴികൾ പാടില്ല. നടുവിന് താഴോട്ട് അസുഖങ്ങളായിരിക്കും. വഴക്കും പ്രശ്നങ്ങൾ കാരണം ആ വീട് ഇരുന്നിരുന്നിരുന്ന് നശിച്ചു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനീ പറയുന്ന കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കേണ്ടത്, അറിയേണ്ടത്, ഇങ്ങനെയുള്ള വീടുകൾ പരിശോധിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ തന്നെ പരിശോധിക്കുക, നിങ്ങളുടെ ബന്ധുക്കളുടെ വീടുകൾ പരിശോധിക്കുക. ഈ പറയുന്ന കാര്യങ്ങളാണ് ശരിയെങ്കിൽ നിങ്ങളതിനെ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. അപ്പോൾ തെക്ക് കിഴക്ക് പറഞ്ഞു, തെക്ക് പടിഞ്ഞാറ് പറഞ്ഞു. ഇനി വടക്ക് പടിഞ്ഞാറിലേക്ക് വരാം. വടക്ക് പടിഞ്ഞാറ് മൂല ചേർന്നാണ് കുഴി വരുന്നത് എങ്കിൽ ആ വീട്ടിലെ പുരുഷൻ്റെ മുന്നേറ്റം അതോടുകൂടി അവസാനിക്കും. പുരുഷൻ്റെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമുണ്ടെങ്കിൽ കൂടി പുരുഷനാണല്ലോ പലപ്പോഴും വീടിനെ നയിക്കാറ് മുന്നിൽ നിന്ന്. ആ നയിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകും. മക്കളുടെ പക്ഷത്ത് എപ്പോഴും ക്ഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മക്കളുടെ പക്ഷത്ത് ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും. വായുമൂല വീടിൻ്റെ വളർച്ചയുടെ മൂലയാണ്. വീട് വളരാതെ പോകും, വീട് തകർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ആസ്മ രോഗങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെയേറെ സാധ്യതയുണ്ട്. ഡിസ്ക് പ്രശ്നങ്ങൾക്ക് വളരെയേറെ സാധ്യതയുണ്ട്. അസ്ഥിരോഗങ്ങളും വൈകല്യങ്ങളും മാനസിക വൈകല്യങ്ങളും നഷ്ടങ്ങളും ചിലവുകളും സമാധാനമില്ലായ്മയുമായിരിക്കും. പിന്നെ അവിടെയൊക്കെ അങ്ങൊരു കുഴി വന്നാൽ ആ വീട്ടിലുള്ളവരെല്ലാം ദേഷ്യക്കാരായിരിക്കും. ദേഷ്യത്തിന് വേണ്ടിയുള്ള മത്സരമായിരിക്കും അവിടെ നടക്കുക. പടിഞ്ഞാറ് ഭാഗത്തും അങ്ങനെ വരരുത്. അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് എല്ലാത്തിൻ്റെയും സ്തംഭനാവസ്ഥയെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് വടക്ക് കിഴക്ക് ഭാഗത്തും മൂലകളിൽ കുഴി വരാൻ പാടില്ല. വടക്ക് കിഴക്ക് കുഴി വരാം, പക്ഷേ ഈ കറക്റ്റ് മൂല, ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ കറക്റ്റ് മൂലയെ പറ്റിയാണ്. വടക്ക് കിഴക്കിൻ്റെ കറക്റ്റ് മൂലയായി പറയുന്നത്. ഈ പറയുന്ന പോലെ കൈ വിരിച്ചു വെച്ചാൽ ഈ ഭാഗത്തുണ്ടോ കുഴിയുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ അവിടെ വരാൻ പാടില്ല.
അങ്ങനെ വരുമ്പോഴാണ് അത് കൃത്യമായി നമുക്ക് ദോഷമായി തീരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് മലണിക്കുഴി വരുന്നത് കോശങ്ങൾ മുറിഞ്ഞു പോകുന്ന അസുഖങ്ങൾക്ക്, ട്യൂമറുകൾക്ക്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക്, ഉദര രോഗങ്ങൾക്ക് ഒക്കെ കാരണമാകും. ആ വീട്ടിലെ ഐശ്വര്യവും രോഗപ്രതിരോധ സംവിധാനങ്ങളും പാടെ തകർന്നടിയും. തലമുറ തന്നെ കെട്ടുപോകുന്നതിനിടയാകും. പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ആ വീടിനെ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥകളുണ്ടാകാം. ഈശാനം എന്ന് പറഞ്ഞാൽ ഈശാനൻ എന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കേണ്ട ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം കിട്ടേണ്ട സ്ഥലമാണ് ഈ ഈശാന ഭാഗം. ആ ഈശാന ഭാഗത്ത് മാലിന്യക്കുഴി വന്നു കഴിഞ്ഞാൽ, മൂലയ്ക്ക് മാലിന്യക്കുഴി വന്നു കഴിഞ്ഞാൽ അത് വിഷമങ്ങൾ തരും. ഈശാന ഭാഗത്താണ് നമ്മുടെ കിണറിന് ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. അത് ഈ മൂല വിട്ട് വേണം എപ്പോഴും ചെയ്യാൻ. മൂല വിട്ട് വേണം കുഴികളെ നമ്മൾ നിർമ്മിക്കാനായിട്ട്. കിണർ വരുമ്പോൾ കിണർ വടക്ക് കിഴക്ക് ഭാഗത്ത് വരണം, വളരെ ഐശ്വര്യമാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് ഈ നേർരേഖയിൽ വരാൻ പാടില്ല. അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ എല്ലാ മൂലകളിൽ നിന്നും, വീടിൻ്റെ മൂലകളിൽ നിന്ന് ഭയങ്കരമായിട്ട് എനർജികൾ അതിൻ്റെ പുറത്തേക്ക്, അഥവാ വീടിൻ്റെ പുറത്തേക്ക് ഭയങ്കരമായി ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മൂലകൾ കുഴിഞ്ഞാൽ അത് ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളിൽ ചെന്ന് അവസാനിക്കുകയും അത് ഒരിക്കലും നമുക്ക് ഗുണമല്ലാത്ത ഫലങ്ങൾ തരികയും ചെയ്യും. അപ്പോൾ കുഴികൾ നിങ്ങൾക്ക് ചെയ്യാം, അതിൻ്റെ സ്ഥാനത്ത് വേണം ചെയ്യാൻ. ഒരിക്കലും മൂലകളിലേക്ക് കുഴികൾ വരരുത്. കുഴികൾ മൂലകളിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന ഫലങ്ങൾ ഞാൻ കുറേയേറെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പരിഗണിക്കുമ്പോൾ, നിങ്ങളുടെ വീട് വെക്കുമ്പോൾ നിലവിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് മൂലകളിൽ നിന്ന് അവ മാറ്റിയേക്കണം. അപ്പോൾ മൂലകളിൽ നിന്ന് മാറ്റുന്നതിനൊപ്പം തെക്കും പടിഞ്ഞാറും വശത്ത് കുഴികൾ ഒരു കുഴിയും വരാതെ നോക്കേണ്ടതാണ്. വടക്ക് പടിഞ്ഞാറിലെ വടക്കാണ് സെപ്റ്റിക് ടാങ്കിന് സ്ഥാനം. അത് പറ്റിയില്ല എങ്കിൽ സെപ്റ്റിക് ടാങ്കിനോ മലയാള കുഴിയോ സ്ഥാനം വടക്ക് പടിഞ്ഞാറിലെ വടക്കാണ്. അത് പറ്റുന്നില്ലെങ്കിൽ നേർ കിഴക്കാണ് കൊടുക്കേണ്ടത്. ഈ രണ്ട് വശങ്ങളില്ലാതെ കുഴികൾക്ക് വേറെ സ്ഥാനമില്ല. കിണറിൻ്റെ സ്ഥാനമുള്ളത് വടക്കും കിഴക്കും, വടക്ക് കിഴക്കുമാണ്. അതും കിഴക്ക് സെപ്റ്റിക് ടാങ്ക് വരുമ്പോൾ ആ കിണറിൻ്റെ സ്ഥാനം കൂടി ഒന്ന് പരിഗണിക്കണം. കിണറിൽ നിന്ന് ഏറ്റവും മിനിമം ഒരു 7-8 മീറ്ററെങ്കിലും മാറി വേണം സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ നമ്മുടെ മലിനജല കുഴിയോ നിൽക്കുവാൻ. നിങ്ങളുടെ വീടുകളിൽ പരിശോധിക്കുക, ഇത്യാദി കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടോ. ഒപ്പം തന്നെ വീടിൻ്റെ മധ്യഭാഗങ്ങളെ കീറി മുറിച്ച് എന്തെങ്കിലും വീടിൻ്റെ നേർ മധ്യത്തെ അല്ലെങ്കിൽ ബ്രഹ്മമേഖലയൊക്കെ കടന്ന് ഇതേപോലെ കുഴികൾ പോകുന്നുണ്ടോ. അതുപോലെ തന്നെ നിര്യതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഊർജ്ജങ്ങൾ അത് മറ്റ് ഊർജ്ജങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ടോ, അഥവാ കൂട്ടിമുട്ടപ്പെടുന്നുണ്ടോ, ഇവയൊക്കെ പരിശോധിക്കണമെങ്കിൽ നമുക്ക് ഉപകരണങ്ങളുടെ സഹായം ആവശ്യമാണ്. എന്നാലും ഏറ്റവും പ്രൈമായി നമുക്ക് വീട് ചെയ്യാൻ പറ്റുന്ന ഈ മൂലകളിലെ കുഴികളെ മാറ്റേണ്ടതാണ്. അത് ഒരിക്കലും നന്മ തരില്ല, ശരി തരില്ല, ദുഃഖവും ദുരന്തവും രോഗങ്ങളും മാത്രമേ തരുള്ളൂ. ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.